അഷ്ടമി രോഹിണി നാളിൽ ഗുരുഭവനപുരിയിൽ കണ്ണനെ കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. തെരുവു വീഥികളെ അമ്പാടിയാക്കി നാടകം ശോഭായാത്രകൾ നടന്നു. പന്നിത്തടം കേച്ചിരി റോഡിൽ അമ്മയെയും മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി സ്വദേശി അനീഷിന്റെ ഭാര്യ രേഖ, മകൾ ആരതി എന്നിവരാണ് മരിച്ചത്. ചേറ്റുവയിൽ അനധികൃതമായി ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. മദീന, പ്രജാപതി എന്നീ വള്ളങ്ങളാണ് പിടിച്ചെടുത്തത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കണിമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രികൻ മരിച്ചു. തൃശൂർ നടത്തറയിൽ 103 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. എരുമപ്പെട്ടിയിൽ കഞ്ചാവുമായി 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാനും പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുഭവനപുരിയിലേക്ക് ആയിരങ്ങളെത്തി. തിരക്ക് കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രനഗരിയിൽ ഒരുക്കിയിരുന്നത്. കണ്ണന്റെ പിറന്നാൾ സുദിനത്തിൽ ഉണ്ണിക്കണ്ണന്മാരാലും ഗോപികമാരാലും ഗുരുഭവനപുരി നിറഞ്ഞു. കൃഷ്ണലീലകളിൽ ആറാടി നാടും നഗരവും മതിമറന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കണ്ണനെ ഒരു നോക്ക് കണ്ട് ദർശന സായുജ്യം നേടാൻ ഞായറാഴ്ച രാത്രി മുതൽ ഭക്തർ ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. ദർശനത്തിന് പുലർച്ചെ മുതൽ നീണ്ട നിരയായിരുന്നു. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം നിയന്ത്രിച്ചത് സാധാരണ ഭക്തർക്ക് അനുഗ്രഹമായി. ക്ഷേത്രത്തിൽ കാഴ്ചശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലമേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളം അകമ്പടിയായി. അന്നലക്ഷ്മി ഹാളിലും പുറത്ത് പന്തലിലും തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി പിറന്നാൾ സദ്യ വിതരണം ചെയ്തു. 30,000-ഓളം പേർ പിറന്നാൾ സദ്യയിൽ പങ്കെടുത്തു. അഷ്ടമി രോഹിണി ദിവസത്തെ പ്രധാന വഴിപാടായ നെയ്യപ്പം അത്താഴ പൂജയ്ക്ക് ഭഗവാന് നിവേദിക്കും. 42,000-ഓളം നെയ്യപ്പമാണ് തയ്യാറാക്കുന്നത്. 8 ലക്ഷത്തിന്റെ പാൽപ്പായസവും തയ്യാറാക്കി. 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ 100-ഓളം നമ്പൂതിരിമാരാണ് കണ്ണന്റെ പിറന്നാൾ ഗംഭീരമാക്കാൻ പാൽപ്പായസവും അപ്പവും തയ്യാറാക്കുന്നതിനും മറ്റും ക്ഷേത്ര ജോലികൾക്കുമായി പ്രവർത്തിയെടുത്തത്. ക്ഷേത്രത്തിനുള്ളിൽ തിടപ്പള്ളിയിലും വാതിൽ മാടത്തിലുമെല്ലാം അടുപ്പ് തയ്യാറാക്കി നറുനെയ്യിലാണ് അപ്പം തയ്യാറാക്കിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന അഷ്ടമരോഹിണി ഘോഷയാത്ര ഗുരുഭവനപുരിയെ അമ്പാടിയാക്കി. ഗുരുവായൂർ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിലെ ആഘോഷ പരിപാടികൾ മമ്മിയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് തുടങ്ങിയത്. ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിച്ച ജീവിത എഴുന്നള്ളിപ്പ് മഹാദേവ സന്നിധിയിൽ 1 മണിക്കൂറോളം നിറഞ്ഞാടി. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി ദിവസം നായർ സമാജത്തിന്റെ നേതൃത്വത്തിലെ ആഘോഷ പരിപാടിയിലെ മുഖ്യ ഇനമാണ് ജീവിത എഴുന്നള്ളത്ത്. തുടർന്ന് ഗോപികാ നൃത്തത്തോടെ ഉറിയടിച്ചുടച്ചാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിച്ച ജീവിത എഴുന്നള്ളിപ്പും ശ്രീകൃഷ്ണ രഥവും മേളവും ഘോഷയാത്രയെ ഭക്തിസാന്ദ്രമാക്കി. നഗരവീഥികളിൽ അലങ്കരിച്ച് കെട്ടിത്തൂക്കിയ ഉറികൾ രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികൾ നൃത്ത ചുവടുകളോടെ അടിച്ചുടച്ചു. തുടർന്ന് വാശിയേറിയ ഉറിയടിയും ഉണ്ടായി. അപ്പം, അവിൽ തുടങ്ങിയവയാണ് ഉറികളിൽ നിറച്ചിരുന്നത്. ഘോഷയാത്രയിലുടനീളം ഭക്തർക്ക് അപ്പം വിതരണം ചെയ്തു. ഘോഷയാത്ര ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിച്ചു. പെരുന്തട്ട ശിവകൃഷ്ണ ഭക്തസേവാ സംഘത്തിന്റെ ഘോഷയാത്ര പെരുന്തട്ട ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് തുടങ്ങിയത്. ഉറിയടി, താലം, മേളം, ഗോപികാ നൃത്തം എന്നിവ അണിനിരന്ന ഘോഷയാത്ര ഗുരുവായൂരിലെത്തിയ ശേഷം തെക്കേ നടയിൽ സമാപിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ കാണാൻ ജ്യേഷ്ഠ സഹോദരൻ ബലരാമൻ എത്തിയ സഹോദര സംഗമം ഭക്തിസാന്ദ്രമായി. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പോടെയാണ് ബലരാമൻ എത്തിയത്. കലപ്പയേന്തിയ ബലരാമ വേഷധാരികളായ കുട്ടികൾ എഴുന്നള്ളിപ്പിന് പൊലിമയേകി. ഗോപികാ നൃത്തവും പൂത്താലവും വാദ്യമേളങ്ങളും ഗജവീരന്മാരും അകമ്പടിയായി. വഴിനീളെ നിറവറയും നിലവിളക്കും ഒരുക്കി ഭക്തർ എഴുന്നള്ളിപ്പിനെ വരവേറ്റു. എഴുന്നള്ളിപ്പ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തിയതോടെ ബലരാമനെ ശ്രീകൃഷ്ണ വേഷധാരി ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് സഹോദര സംഗമം പൂർത്തിയാക്കി. തുടർന്ന് തിരിച്ചെഴുന്നള്ളി നടന്നു. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നെന്മിനി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം, ഉറിയടി, പിറന്നാൾ സദ്യ, വിശേഷാൽ ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ P. പുരുഷോത്തമ പണിക്കർ, AV പ്രശാന്ത്, K. ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണ ജയന്തി ബാലദിനത്തോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ശോഭയാത്ര നടത്തി. ടൗണിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഉണ്ണിക്കണ്ണന്മാരും തോഴിമാരും പങ്കെടുത്തു. കരുമരക്കാട് ശിവക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ഉറിയടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. വടക്കാഞ്ചേരി, എങ്കക്കാട്, അകമല, കുമരനല്ലൂർ, ഇരട്ടക്കുളങ്ങര എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ഘോഷയാത്രയായി എത്തിയ ഉണ്ണിക്കണ്ണന്മാർ ശോഭയാത്രയിൽ പങ്കെടുത്തു.
ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരം കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രാമചാക്യാർക്ക് മന്ത്രി വി എൻ വാസവൻ സമ്മാനിച്ചു. കഥകളി ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ കലകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിൽ ക്ഷേത്രങ്ങൾ ഏറെ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ പശ്ചാത്തല സൌകര്യം പരിമിതമാണ്. ഇത് വർദ്ധിപ്പിക്കുവാൻ ദേവസ്വവും സർക്കാരും ശ്രമിക്കുകയാണ്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇതിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. എൻ കെ അക്ബർ MLA, നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ, വി ജി രവീന്ദ്രൻ, നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. പൈനൂർ ശ്രീദുർഗ ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചു. ഗോപൂജ, ബാലസംഗമം, മുറിയടി എന്നിവ നടന്നു. വൈകിട്ട് പൈനൂർ ആമലത്തുകുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ നിന്നും ശോഭയാത്ര ആരംഭിച്ച് തൃപ്രയാർ കിഴക്കേ നടയിലൂടെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. ശ്രീകേഷ്, ഋഗേഷ്, കെ സന്തോഷ്, രാഗിൻ, രാകേഷ്, ആദിഷ്, ആദിത്യ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ശ്രീറാം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ശോഭയാത്ര നടത്തി. കൃഷ്ണവേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ ശോഭയാത്രയിൽ പങ്കെടുത്തു. മേൽതൃക്കോവിൽ ശിവക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ശോഭയാത്രയ്ക്ക് ആഘോഷ പ്രമുഖ് പ്രജി ഭാനുപ്രകാശ്, സഹ ആഘോഷ പ്രമുഖ് PB ശ്രീഹരി, നിധി പ്രമുഖ് നിഖിൽ P ഹരിദാസ്, രക്ഷാധികാരി അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് മണ്ഡലം ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. കടങ്ങോട്, കൈക്കുളങ്ങര, തെക്കുമുറി, കൂടക്കുഴി, പാരിക്കുന്ന്, ആദൂർ, വെള്ളറക്കാട് എന്നീ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടത്തിയത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രകൾ കടങ്ങോട് മില്ല് സെന്ററിൽ സംഗമിച്ച് മഹാഘോഷയാത്രയായി. കടങ്ങോട് പൊറ്റാംകുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് ക്ഷേത്രം കമ്മിറ്റി രക്ഷാധികാരി OS വാസുദേവൻ അധ്യക്ഷനായി. സംഘാടക സമിതി സംയോജക് അഭിലാഷ് കടങ്ങോട്, ബാലഗോകുലം ഗുരുവായൂർ മേഖലാ കാര്യദർശി PK ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കാട്ടൂരിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭയാത്ര സംഘടിപ്പിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ണിക്കണ്ണന്മാരെയും രാധമാരെയും വിവിധ ദൈവങ്ങളുടെ വേഷമണിഞ്ഞ കുട്ടികളെയും അണിനിരത്തിയായിരുന്നു ഘോഷയാത്ര. താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ സംഗമിച്ച വിവിധ ശോഭയാത്രകൾ മഹാശോഭയാത്രയായി പൈങ്ങണ്ണിക്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു. വിയൂർ പാടുകാട് ശോഭയാത്ര സംഘടിപ്പിച്ചു. പാടുകാട് വടകുറമ്പക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര പൂവണി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു. ബാലഗോകുലം വെങ്ങടങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 15 മേഖലകളിൽ നിന്നുള്ള ശോഭയാത്രകൾ കരിവന്തല ഭഗവതി ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി തൊയക്കാവ്, കോഴിപ്പറമ്പ് ശ്രീ പെരിങ്ങാട്ട് ദുർഗാദേവി ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. സന്തോഷ് തിരുത്തി, PN വിഷ്ണു എന്നിവർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ചാലക്കുടി നഗരത്തിൽ വർണ്ണാഭമായ ശോഭയാത്ര നടന്നു. വിവിധ ബാലഗോകുലങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശോഭയാത്രയിൽ നൂറുകണക്കിന് ഗോപിക-ഗോപന്മാർ അണിനിരന്നു. നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര മരത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു. പുതുക്കാട് വിവിധ മേഖലകളിൽ നിന്നുമെത്തിയ ശോഭയാത്രകൾ ആമ്പലൂരിൽ സംഗമിച്ചു. അളകപ്പ ചെട്ടിയാർ ശ്രീകൃഷ്ണ ക്ഷേത്രം, വെണ്ടൂർ നമ്പൂരിച്ചൻ ഭുവനേശ്വരി ക്ഷേത്രം, എരിപ്പോട് മഹാഗണപതി ക്ഷേത്രം, ഞെല്ലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ശോഭയാത്രകളാണ് ആമ്പലൂരിൽ എത്തിയത്. വരന്തരപ്പള്ളിയിൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള ശോഭയാത്രകൾ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി തൃക്കയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു. നന്ദിപുലത്ത് മഹാശോഭയാത്ര കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ സംഗമിച്ചു. തലവണിക്കര ചാത്തനായ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര കോനിക്കര മണ്ണത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു. തൃക്കൂരിൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള ശോഭയാത്രകൾ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി പകര പാലത്തിക്കര ശിവക്ഷേത്രത്തിൽ സമാപിച്ചു. ഒളരിക്കര പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ശോഭയാത്ര സംഘടിപ്പിച്ചു. എൽത്തുരുത്ത് പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിച്ചു.
പന്നിത്താടം കേച്ചിരി റോഡിൽ നീണ്ടൂർ തങ്ങൾപ്പടിയിൽ അമ്മയെയും 10 വയസ്സ് പ്രായമുള്ള മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി സ്വദേശി കണ്ടരശ്ശേരി വീട്ടിൽ അനീഷിന്റെ ഭാര്യ 35 വയസ്സുള്ള രേഖ, മകൾ 10 വയസ്സുള്ള ആരതി കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രേഖയുടെ മാതാവ് സുമതിയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ചയാണ് ഇവർ നീണ്ടൂരിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. രേഖയുടെ സഹോദരി ഫോൺ ചെയ്ത് കിട്ടാതായതിനെ തുടർന്ന് സുമതിയെ വിളിച്ച് പറയുകയും വീട്ടിൽ വന്ന് അന്വേഷിക്കുകയുമായിരുന്നു. തുടർന്നാണ് വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ മകളെയും കൊച്ചുമകളെയും തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ എരുമപ്പെട്ടി പോലീസിനെ വിവരമറിയിച്ചു. കുന്നംകുളം ഡിവൈഎസ്പി CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ CV ലൈജുമോൻ, SI ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംഭവ സമയത്ത് രേഖയുടെ മകൻ ആദികൃഷ്ണ അനീഷിന്റെ വീട്ടിലായിരുന്നു. കുടുംബവഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പറയുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചേറ്റുവയിൽ അനധികൃതമായി ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്സ്യബന്ധനം നടത്തിയ മദീന, പ്രജാപതി എന്നീ വള്ളങ്ങളാണ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം തുടർ നടപടികൾ പൂർത്തീകരിച്ച് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പിഴ സർക്കാരിലേക്ക് ഈടാക്കും. കഴിമ്പ്രം സ്വദേശി നെടിയിരുപ്പിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള പ്രജാപതി വള്ളത്തിൽ 14 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 1800 കിലോ അയല ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എടക്കടിയൂർ സ്വദേശി ഹാഷിറിന്റെ ഉടമസ്ഥതയിലുള്ള മദീന വള്ളത്തിൽ 1600 കിലോ അയല ഇനത്തിൽപ്പെട്ട ചെറിയ മീനുകളും പിടിച്ചെടുത്തു. ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മേത്തലപ്പാടം കാട്ടുകണ്ടത്തിൽ ശശിയുടെ മകൻ 45 വയസ്സുള്ള സലീഷ് കുമാറാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ സലീഷ് കുമാർ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ തേടി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണിമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രികൻ മരിച്ചു. പുത്തൂർ സ്വദേശി കള്ളാടത്തിൽ സിദ്ധാർത്ഥൻ മകൻ 40 വയസ്സുള്ള സിനീഷ് ബാബുവാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പെരിങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട കാറടിച്ച് പരിക്കേറ്റ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കാഞ്ഞാണി കനാൽ പാലത്തിന് സമീപം കാളിപ്പറമ്പിൽ ശങ്കരനാരായണന്റെ മകൻ 55 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ പെരിങ്ങോട്ടുകര AR റോഡിന് സമീപത്തായിരുന്നു അപകടം. കിഡ്നി സംബന്ധമായ അസുഖം മൂലം ഡയാലിസിസ് നടത്തുന്ന സുരേഷ് താന്യത്തെ ഡയാലിസിസ് യൂണിറ്റിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ സുരേഷിനെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സെന്ററിൽ നിന്നും കാറും പെട്ടിയോട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. തൃപ്രയാർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് പെട്ടി ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. കാലിന് പരിക്ക് പറ്റിയ പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായ പഴവിൽ കിഴവൻപറമ്പിൽ ബിജേഷ്, ബൈക്ക് യാത്രികനായ വാടാനപ്പള്ളി മാലിശ്ശേരി പറമ്പിൽ ഹുസൈൻ എന്നിവരെ ചേർപാക്സ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി നടത്തറയിൽ 103 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുന്നംകുളം സ്വദേശികളായ വിഷ്ണു, ശരത് എന്നിവരെയാണ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും മുല്ലൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. 2 ദിവസം മുൻപ് എളന്തുരുത്തിയിൽ നിന്നും MDMA-യുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും കഞ്ചാവ് കൈവശം സൂക്ഷിച്ചിരുന്ന യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി ITC റോഡിൽ താമസിക്കുന്ന കുറ്റിക്കാട്ടിൽ അഖിൽ, കരിയന്നൂർ മാത്തുപറമ്പിൽ മുഹമ്മദ് സിനാൻ, നെല്ലുവായ് തെക്കുമുറി തെച്ചിപ്പറമ്പിൽ വിവേക്, കടങ്ങോട് മില്ല ചീരാത്ത് സന്ദീപ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഖിലും മുഹമ്മദ് സിനാനും വിൽപ്പനയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ സംഘത്തിൽപ്പെട്ടവർക്കായി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിൽ വിവിധ പ്രദേശങ്ങളിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ടെന്ന് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം വെച്ച് കാറിൽ കടത്തുകയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിയിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. മാള പൂപ്പത്തി മഠത്തിക്കാവ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്ര സംഘടിപ്പിച്ചു. വടമയിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശാർങ്ങപാണി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര വടമ സ്കൂൾ പരിസരത്ത് സമാപിച്ചു. ഗുരുതിപ്പാല പേരൂർക്കാവ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശോഭായാത്ര ഗുരുതിപ്പാലയിൽ സമാപിച്ചു.
എറിയാട് കോൺഗ്രസിലെ ആഭ്യന്തര കലഹം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CPM-ൽ ചേർന്നു. പാർട്ടി നേതൃത്വവുമായുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് സക്കീർ തെക്കിനിയത്ത് പാർട്ടി വിട്ടത്. ഈയിടെ നടന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയായിരുന്നുവെന്ന് സക്കീർ ആരോപിക്കുന്നു. സഹകരണ സംഘം ഭരണസമിതിയിൽ പാർട്ടിക്കാരില്ലാതെ വനിതയെ ഉൾപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട്. നാളുകളായി പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യത്തിന്റെ തുടർച്ചയാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവിന്റെ രാജിയെന്ന് പറയുന്നു. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ യുവാവിനെ വീട് കയറി മർദ്ദിച്ചതായി പരാതി. ചിറ്റഞ്ഞൂർ സൗഹൃദ നഗറിൽ താമസിക്കുന്ന താണിയിൽ വീട്ടിൽ ധീരജിനാണ് മർദ്ദനമേറ്റത്. പ്രദേശവാസിയായ നിജേഷാണ് തന്നെ ആക്രമിച്ചതെന്ന് ധീരജ് പറഞ്ഞു. TV കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ധീരജ് പറഞ്ഞു. തടയാനെത്തിയ പിതാവിന് മർദ്ദനമേറ്റു. മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ ധീരജ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജലനിരപ്പ് ഉയർന്ന KSEB ലിമിറ്റഡിന്റെ കീഴിലുള്ള ഷോളയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കനത്തതോടെ ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 2661 അടിയായി. ഇതോടെ ഡാമിലെ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായിട്ടാണ് മൂന്നാം ഘട്ട മുന്നറിയിപ്പായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപം കാനയിൽ കാൽ കുടുങ്ങി യുവതിക്ക് പരിക്കേറ്റു. പെരുമ്പിലാവിലെ ഗൃഹോപകരണ കമ്പനിയിലെ ജീവനക്കാരിയായ വൈഗയ്ക്കാണ് പരിക്കേറ്റത്. ഇവർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ ചികിത്സ തേടി. KSTP-യുടെ റോഡ് വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ കാനയുടെ സ്ലാബിന്റെ വിടവാണ് കാൽനട യാത്രക്കാരിക്ക് കുരുക്കാവുന്നത്. കൊടകര മട്ടത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെ കാവനാട് ചിറ പായലും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗശൂന്യമാകുന്നു. അരക്കോടിയോളം രൂപ മുടക്കി 3 വർഷം മുൻപ് നവീകരിച്ച ചിറയാണ് വീണ്ടും പുല്ലുമൂടി നശിക്കുന്നത്. 1 ഏക്കറിലധികമാണ് കാവനാട് ചിറയുടെ വിസ്തൃതി. കടുത്ത വേനൽക്കാലത്തുപോലും ജലസമൃദ്ധമായ ഈ ചിറ മേഖലയിലെ പ്രധാന ജലസ്രോതസ്സാണ്. ഇതിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഒരു കാലത്ത് മേഖലയിൽ നെൽകൃഷി ചെയ്തു പോന്നിരുന്നത്. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായുള്ള സംവിധാനവും ചിറയിലുണ്ട്. നെൽകൃഷി കുറയുകയും പാടങ്ങൾ പലതും പറമ്പുകളായി രൂപാന്തരപ്പെടുകയും ചെയ്തതോടെ ചിറയിലെ വെള്ളം ഉപയോഗിക്കുന്ന കർഷകരുടെ എണ്ണം കുറഞ്ഞു. ഇതോടെ വർഷങ്ങളോളം പുല്ലും പായലും മൂടി നാശോന്മുഖമായി കിടന്ന ചിറ നബാർഡിന്റെ സഹായത്തോടെ KLDCC-യാണ് നവീകരിച്ചത്. 2019 ആരംഭിച്ച ചിറയുടെ നവീകരണ പ്രവൃത്തി 3 വർഷം മുമ്പാണ് പൂർത്തിയായത്. വേനൽക്കാലത്ത് മേഖലയിലെ കുളങ്ങളിലും കിണറുകളിലും ജലവിധാനം താഴാതെ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന കാവനാട് ചിറയുടെ മുഖം ഏറെക്കാലത്തിനു ശേഷം തെളിഞ്ഞു കണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും പായലും പുല്ലും ചണ്ടിയും നിറയാൻ തുടങ്ങി. ചുറ്റും വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളടക്കം നീക്കം ചെയ്ത് ചിറയെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. പീച്ചി ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് നെന്മണിക്കര, അമ്പലൂർ, തൃക്കൂർ, പുതുക്കാട് പഞ്ചായത്തുകളിലുണ്ടായ പ്രളയം ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നെന്മണിക്കര സ്വരാജ് ദർശൻ വേദി ആവശ്യപ്പെട്ടു. പുലക്കാട്ടുകര, എറവക്കാട്, ഓടഞ്ചിറ റെഗുലേറ്ററുകളിൽ മരങ്ങളും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടി മണലിപ്പുഴ ഗതിമാറി ഒഴുകിയതാണ് നെന്മണിക്കര പഞ്ചായത്തിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്വരാജ് ദർശൻ വേദി പ്രസിഡന്റ് സുരേഷ് കുണ്ടേപ്പറമ്പിൽ, സെക്രട്ടറി ജോൺസൺ ആലപ്പാട്ട്, ജോയിന്റ് സെക്രട്ടറി ജയനാഥൻ പൊട്ടയിൽ, ട്രഷറർ അലക്സാണ്ടർ തട്ടിൽ കുപ്പയിൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. കുട്ടിക്കഥകളും ബാലസാഹിത്യവും മധ്യകാല ചിന്തകളിൽ നിന്നും മാറേണ്ട ഘട്ടം അതിക്രമിച്ചുവെന്ന് പ്രശസ്ത ചരിത്രകാരിയും സാമൂഹിക വിമർശകയുമായ J. ദേവിക അഭിപ്രായപ്പെട്ടു. സമകാലീന സാഹചര്യങ്ങളിൽ നിന്നും പുതിയ മാനങ്ങൾ കണ്ടെത്തി കൂടുതൽ അർത്ഥവത്തായ രചനകൾ ഉണ്ടാവണം. പെരുവനം അന്താരാഷ്ട്ര വില്ലേജ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കോട്ടപ്പുറത്തുള്ള ഐവറി ആർട്ട് കഫേയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു J. ദേവിക. നാം കടന്നുപോകുന്ന യാഥാർത്ഥ്യങ്ങളെ ചരിത്രപരമായി അടയാളപ്പെടുത്തുവാൻ കൂട്ടായ സാമൂഹ്യ ബോധത്തിലൂന്നിയുള്ള ഭാവനകൾ ബാലസാഹിത്യത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് ചിത്രകാരിയായ കവിത ബാലകൃഷ്ണൻ പറഞ്ഞു. ചർച്ചയിൽ എഴുത്തുകാരായ VG തമ്പി, അരുൺ എഴുത്തച്ഛൻ, ശ്രീജ നടുവം, ചിത്രകാരൻ സുനിൽ നമ്പു, പ്രവീൺ വൈശാഖൻ തുടങ്ങിയവർ പങ്കെടുത്തു. 3.5 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ വീണ്ടും നാടകയവനിക ഉയരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾക്കായി എന്ന നാടകം ചൊവ്വാഴ്ച വൈകിട്ട് അരങ്ങേറും. തിലകന്റെയും ജോസ് പെല്ലിശ്ശേരിയുടെയും എല്ലാം കളിത്തൊട്ടിലായിരുന്ന ചാലക്കുടിയുടെ പിന്നിട്ട നാടക പ്രതാപകാലത്തേക്ക് മടക്കയാത്ര കൂടിയാണിതെന്ന് സംഘാടകർ ഉറച്ചു വിശ്വസിക്കുന്നു. 1980 കാലഘട്ടത്തിൽ കലാനിലയത്തിന്റെ രക്തരക്ഷസ് നാടകത്തിലെ വടയക്ഷിയുടെ അട്ടഹാസം ഫൈനാൻസ് സൊസൈറ്റിയിലിരുന്ന കാണികളെയും പ്രദേശത്തെ വീട്ടുകാരെയുമെല്ലാം ഞെട്ടിച്ചിരുന്നു.
തുടർന്ന് കടമറ്റത്ത് കത്തനാർ, നാറാണത്ത് ഭ്രാന്തൻ തുടങ്ങി ഡ്രാമാസ്കോപ്പും നാടകങ്ങളും പൂഴിമണൽ വിരിച്ച ഹാളിലിരുന്ന് പതിനായിരങ്ങൾ ആസ്വദിച്ചു. നാടകാചാര്യൻ NN പിള്ള, കൊട്ടാരക്കരയുടെ മകൻ സായ്കുമാർ, സിനിമയിലെ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഋഷഭാവ എന്നിവരും ഫാസിൽ അരങ്ങ് തകർത്തു. കേരളത്തിലെ പ്രൊഫഷണൽ ട്രൂപ്പുകളുടെ നാടകങ്ങൾക്കും കൂടപ്പൊടിയിലെ കലാകേന്ദ്രം വേദിയായി. നാടകങ്ങൾക്ക് നിറം മങ്ങി 1990കളോടെ ഫാസിനെയും ശനിദശ ബാധിച്ചു. കാണികൾ കുറഞ്ഞതോടെ നാടക നടത്തിപ്പ് നഷ്ടങ്ങളുടെ കോളത്തിൽ ഇടം പിടിച്ചു. പ്രൊഫസർ PA തോമസ് പ്രസിഡന്റായി തുടക്കമിട്ട ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രവർത്തനം ഇതോടെ താളം തെറ്റി. പിന്നീട് BP അപ്പുക്കുട്ടന്റെ നേതൃത്വത്തിൽ നൃത്ത സംഗീത വിദ്യാലയം ആരംഭിച്ചായിരുന്നു ഈ കലാക്ഷേത്രത്തിന്റെ കെടാവിളക്ക് നിലനിർത്തിയത്. വിവാഹങ്ങളടക്കമുള്ള ചടങ്ങുകൾക്ക് വേദിയായി കുറെ കാലം പിടിച്ചു നിന്നു. ഇപ്പോൾ ചാലക്കുടിയുടെ കലാകൂട്ടായ്മ വീണ്ടും ഇവിടെ ഒന്നിക്കുകയാണ്. നാടകലോകത്തേക്ക് ആസ്വാദകരെ തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത് പ്രസിഡന്റായി പുതിയതായി രൂപീകരിച്ച കമ്മിറ്റിയാണ് നേതൃനിരയിൽ. സെക്രട്ടറി ആദ്യകാല പ്രവർത്തകൻ PV ജൂലിയസും ഒപ്പമുണ്ട്. TCV ചാലക്കുടി. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ നഗരസഭ, തെക്കങ്കര പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലെ എഴുത്തുകാരുടെ സംഗമം ശ്രീ കേരളോർമ്മ പൊതുവായനശാലയിൽ നടന്നു. പ്രൊഫസർ VG തമ്പി സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു. സെക്രട്ടറി KV മോഹൻദാസ്, ട്രഷറർ മോഹനൻ അവണപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പറമ്പ് പെരിങ്ങന്നൂർ ശ്രീ പിഷാരിക്കൽ സന്താനദുർഗ ഭഗവതി ക്ഷേത്രവും അമലനഗർ ലയൺസ് ക്ലബ്ബും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ആബ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെയും സഹകരണത്തോടെ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ഷേത്രം സെക്രട്ടറി KS കൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KB ദീപക് അധ്യക്ഷത വഹിച്ചു. അമലനഗർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗ്ലാൻഡോ ആൻഡ്രൂസ്, കിഡ്നി കെയർ ജില്ലാ കോർഡിനേറ്റർ ജിജോ ജോസ്, ലയൺസ് ക്ലബ്ബ് ഏരിയ ചെയർപേഴ്സൺ ജോയ്സി ഷാജു, സോൺ ചെയർമാൻ TL ഷാജു, അമല ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി PS അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാതല റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ-15 വിഭാഗത്തിൽ 54 കിലോഗ്രാമിൽ വെങ്കല മെഡൽ നേടിയ ജിയ അന്നയെ കോൺഗ്രസ് എരുമപ്പെട്ടി 136 ബൂത്ത് കമ്മിറ്റി അനുമോദിച്ചു. UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മണ്ഡലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നജീബ് കൊമ്പത്തയിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാട്ട് മുരളീധരൻ, അജു നെല്ലുവായ്, K ഗോവിന്ദൻകുട്ടി, NK കബീർ, KR രാധിക, ബൂത്ത് പ്രസിഡന്റ് രവി എന്നിവർ സംസാരിച്ചു. അഷ്ടമി രോഹിണി നാളിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തജന സഹസ്രങ്ങൾക്ക് ദാഹമകറ്റാൻ നഗരസഭ സംഭാര വിതരണം നടത്തി. സംഭാര വിതരണം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ സുബിത സുധീർ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KS പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. എടത്തിരുത്തി സ്വദേശി 51കാരനായ കുറുപ്പത്ത് സന്തോഷാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ സന്തോഷിന് 1 വർഷം മുമ്പാണ് വൃക്കരോഗം ബാധിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചു. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധന കുടുംബാംഗമായ സന്തോഷിന് ഈ തുക കണ്ടെത്താൻ ബെന്നി ബെഹനാൻ MP, ET ടൈസൺ MLA തുടങ്ങിയ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. 1 വർഷം മുന്നേ എൻ്റെ 2 കിഡ്നിയും വീക്കായി. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് പറയുന്നത്. സാമ്പത്തികം ബുദ്ധിമുട്ടാണ്. 30 ലക്ഷം രൂപയാണ് അതിൻ്റെ ചെലവ് വരുന്നത്. 3 കുട്ടികളെ, എനിക്ക് 2 പെൺകുട്ടി, 1 ആൺകുട്ടീന്. ഞാൻ ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയണമെങ്കിൽ. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനായി ഫെഡറൽ ബാങ്ക് എടത്തിരുത്തി ശാഖയിൽ നിഷ സന്തോഷിന്റെ പേരിൽ 12 58 01 00 17 21 02 എന്ന നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇരുമപ്പെട്ടി ആറ്റത്തറ പള്ളിക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. ചിറ്റണ്ട ചങ്ങംകുഴിയിൽ വീട്ടിൽ സുധീഷിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സുധീഷിനെ ഇരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ, വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3249 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. അഷ്ടമി രോഹിണി നാളിൽ ഗുരുപൗനപുരിയിൽ കണ്ണനെ കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. തെരുവു വീഥികളെ അപ്പാടിയാക്കി നാടകം ശോഭയാത്രകൾ നടന്നു. പന്നിത്തടം കേച്ചിരി റോഡിൽ അമ്മയെയും മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി സ്വദേശി അനീഷിന്റെ ഭാര്യ രേഖ, മകൾ ആരതി എന്നിവരാണ് മരിച്ചത്. ചേറ്റുവയിൽ അനധികൃതമായി ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. മദീന, പ്രജാപതി എന്നീ വള്ളങ്ങളാണ് പിടിച്ചെടുത്തത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മണിമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രികൻ മരിച്ചു. തൃശൂർ നടത്തറയിൽ 103 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. എരുമപ്പെട്ടിയിൽ കഞ്ചാവുമായി 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.